ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 11 മരണം, 40-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ലെബനന്റെ സിറിയയുമായുള്ള മസ്ന അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം. ഈ അതിർത്തി വഴിയാണ് സിറിയയിലെ IS ഭീകരൻ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ലഭ്യമാക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഐസൻ നൽകാമോ? തീർച്ചയായും ഈ ലെബനനിൽ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 പേർ മരിച്ചു എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ നൽകിയ വിവരമാണ്. അതിൽ കൂടുതൽ പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഫർത്ത അതുപോലെ തന്നെ ജോന ഗ്രാമങ്ങളിലാണ് ആക്രമണം നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 40-ലേറെ പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണക്കുകളും ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ മാത്രമാണിത്. ഇതിനേക്കാൾ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയതിന് ശേഷമായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ. ലെബനന്റെ ഈ സിറിയയിലെ മധ്യ സിറിയയിലെ IS ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അത്തരം ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും എത്തിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുവരുന്ന മസ്ന അതിർത്തിയുണ്ട്. മസ്ന അതിർത്തിയുമായി ബന്ധപ്പെട്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയത്. മസ്ന അതിർത്തിയിൽ അതിശക്തമായ ആക്രമണം നടത്തുന്നതോടെ സിറിയയിൽ നിന്നുള്ള IS ഭീകരർ നൽകുന്ന ആയുധങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതിന്റെ ഒരു തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ പയറ്റിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാനുമായുള്ള അതിശക്തമായ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ IRGC നേരിട്ട് ലെബനനിലെത്തി ഹിസ്ബുള്ളയെ ശാക്തീകരിക്കുന്ന നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു ആക്രമണം നടക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ തകർക്കുക, അതുവഴി ISൽ നിന്നും ലഭ്യമാകുന്ന ആയുധങ്ങളുടെ ലഭ്യത തകർക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. ഹമാസിനെതിരെയും ഗാസയിൽ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി ഐസൻ.